ഹായ് കൂട്ടുകാരെ, പൊന്നീസ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമുള്ള ക്ഷേത്രം, മഹാദേവനും പാർവതി ദേവിയും ഒരേ പീഠത്തിലിരിക്കുന്ന അത്യപൂർവമായ ക്ഷേത്രം. അങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിന് മുമ്പിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമുള്ള നിലയിൽ ഈ ക്ഷേത്രം വളരെയധികം പ്രശസ്തി നേടിയിട്ടുണ്ട്. ഈ ശിവലിംഗത്തോടൊപ്പം തന്നെ ഇപ്പോൾ മരുത്വാമലയുമായി പറന്നു പോകുന്ന ഹനുമാന്റെ ഒരു രൂപം കൂടി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഗുരുവായൂർ അമ്പലത്തിന്റെ മാതൃകയിൽ അതേപോലെ വിശാലമായ നടപ്പന്തലും അതിന് ഇരുവശവുമായി നിറയെ കടകളും ഒക്കെയായി ഈ ക്ഷേത്രം വളരെയധികം നവീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 30 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയും. നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ചെങ്കൽ ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാടിനോട് വളരെ അടുത്താണ് ഈ പ്രശസ്തമായ ക്ഷേത്രമുള്ളത്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം. മഹാദേവനും പാർവതി ദേവിയും ഒരേ പീഠത്തിലിരിക്കുന്ന അത്യപൂർവമായ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം കൂടിയാണിത്. മഹാദേവനും പാർവതി ദേവിക്കും പുറമെ അയ്യപ്പനും മുരുകനും ഗണപതിയും ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായുണ്ട്. അതുകൊണ്ട് തന്നെ മഹാദേവന്റെ കുടുംബക്ഷേത്രമായും നമുക്ക് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. ക്ഷേത്രത്തിന്റെ അധിപതി മഹേശ്വരാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റാണ് ഈ ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രമാണിതെങ്കിലും ഈ ശിവലിംഗം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം. 111 അടി ഉയരവും 111 അടി ചുറ്റളവുമാണ് ഈ ഒരു ശിവലിംഗത്തിനുള്ളത്. ഈ ശിവലിംഗത്തിനുള്ളിൽ 8 നിലകളായിട്ടാണുള്ളത്. അപ്പോൾ ഈ ശിവലിംഗത്തിന് തൊട്ടടുത്തായി തന്നെ മനോഹരമായ ഒരു ഹനുമാന്റെ പ്രതിമയും കൂടെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് 200 രൂപയാണ് എൻട്രി ഫീസ്. ഈ അടുത്തിടെയാണ് ഹനുമാന്റെ പ്രതിമ ഇവിടെ വന്നത്. അതിനു മുമ്പ് വരെ ശിവലിംഗത്തിൽ കയറാൻ വേണ്ടി 100 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ പുതുതായി ഹനുമാന്റെ പ്രതിമയും കൂടെ വന്നതോടെയാണ് 200 രൂപയിലേക്ക് ടിക്കറ്റ് ചാർജ് മാറിയത്. പക്ഷെ ഒരു വിധത്തിലും ഇത് നമുക്കൊരു നഷ്ടമല്ല. അത്രയധികം കാഴ്ചകളാണ് ഇതിനകത്ത് ഒരുക്കിയിട്ടുള്ളത്. മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ഗണപതി അമ്പലം. ഗണപതിക്ക് 32 ഭാവങ്ങൾ ഉള്ളതായിട്ടാണ് പുരാണങ്ങളിലൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ ഗണപതി അമ്പലത്തിൽ ഗണപതിയുടെ 32 ഭാവങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അതും ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കൃഷ്ണശിലയിലും കല്ലിലുമാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. 5000 വർഷത്തിലധികം പഴക്കമാണ് ഈ ഒരു ക്ഷേത്രത്തിനുള്ളത്. ശിവഭഗവാന്റെ 21 ജ്യോതിർലിംഗങ്ങളും ഗണപതിയുടെ 32 ഭാവങ്ങളും കാണാൻ പറ്റുന്ന അത്യപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെങ്കൽ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിലെ ദേവതകളെയൊക്കെ തൊഴുതതിനു ശേഷം നമ്മൾ ഇനി ശിവലിംഗത്തിനുള്ളിലേക്ക് കയറുകയാണ്. ശിവലിംഗത്തിനുള്ളിലെ കാഴ്ചകളൊന്നും നമുക്ക് വീഡിയോയിൽ പകർത്താൻ കഴിയില്ല. അപ്പൊ ഈ ആളുകളൊക്കെ കൊണ്ടുവരുന്ന ഫോണൊക്കെ സൂക്ഷിക്കാനായി ഈ ടിക്കറ്റ് കൗണ്ടറിന് തൊട്ടടുത്തായി തന്നെ ഒരു ക്ലോക്ക് റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ വെച്ചിട്ട് ശിവലിംഗത്തിനുള്ളിലേക്ക് കയറാൻ കഴിയും. ഈ ശിവലിംഗത്തിന് 8 നിലകളാണുള്ളത്. അതിൽ ആദ്യത്തെ നിലയിൽ നമുക്ക് സ്വന്തമായി തന്നെ ശിവലിംഗത്തിന് പൂജ ചെയ്യാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പൂജ ചെയ്യാൻ ആവശ്യമുള്ള പൂജാദ്രവ്യങ്ങൾ നമുക്ക് ഈ കടയിൽ നിന്നും വാങ്ങിക്കാൻ കഴിയും.
ഒന്നാം നിലയിലെത്തി അഭിഷേകം ചെയ്തു കഴിഞ്ഞ് രണ്ടാം നിലയിലും മൂന്നാം നിലയിലും ഒക്കെ കയറി എട്ടാം നിലയിലെത്തുമ്പോൾ കൈലാസത്തിലെത്തിയ പ്രതീതിയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഈ ഒരു ശിവലിംഗത്തിന്റെ നിർമ്മിതി. ഈ ശിവലിംഗത്തിനുള്ളിൽ തന്നെ കൃഷ്ണശിലയിൽ നിർമ്മിച്ച 108 ശിവലിംഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം നമ്മൾ ആഞ്ജനേയ പ്രതിമയുടെ ഉള്ളിലേക്കാണ് കടക്കുന്നത്. അവിടെ നമുക്ക് ബാലഹനുമാനെയും അഷ്ടലക്ഷ്മികളെയും ഒക്കെ കാണാൻ കഴിയും. അങ്ങനെ കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ അവസാനം അനന്തശയനവും കണ്ട് പ്രസാദം വാങ്ങിയാണ് നമ്മൾ പ്രതിമയുടെ പുറത്തേക്ക് വരുന്നത്. വളരെ മനോഹരമായ ഒരു അനുഭവമാണ് ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ എത്രയധികം തീർത്ഥാടകർ വന്നാലും അവർക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും, പാർക്കിംഗ് അടക്കം എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. എല്ലാവരും ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട ഒരു ക്ഷേത്രമാണിത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.